ഇന്ന് ഞാൻ എൻ്റെ കൂട്ടുകാരുടെ വീട്ടിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അവളുടെ പറമ്പിൽ ഇഷ്ടം പോലെ കാന്താരിമുളക് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. നേരത്തെ ഒരു പ്രാവശ്യം ഞാൻ ഇതുപോലെ ഇവളുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാന്താരി ഉണ്ടെന്ന് പറഞ്ഞിട്ട് പറിക്കാൻ പറ്റിയില്ല. എൻ്റെ സ്വഭാവം കൂട്ടുകാർക്ക് അറിയാലോ. ഈ തനി നാടൻ സാധനങ്ങളും പച്ചക്കാന്താരിയും ഒക്കെ കിട്ടിയാൽ വിടുവോ? എൻ്റെ സ്വഭാവം എൻ്റെ കൂട്ടുകാർക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ അവൾ ആദ്യം തന്നെ പറഞ്ഞു നമുക്ക് കാന്താരി പറിച്ചിട്ട് വരാമെന്ന്. ഇവരുടെ വീട്ടിൽ ഉപയോഗം കഴിഞ്ഞിട്ടും ഒരുപാട് കാന്താരികൾ പഴുത്ത് നിൽക്കുന്നുണ്ടായിരുന്നേ. ഞങ്ങൾ രണ്ടുപേരും +2 ഒരുമിച്ച് പഠിച്ചതാണ് കേട്ടോ. ഞാൻ, ബെറ്റി, ഉമ, സൗമ്യ, മിനി ഇത്രയും പേരായിരുന്നു കേട്ടോ ഫസ്റ്റ് ബെഞ്ചർ. ഞാനും ബെറ്റി ഉമയായിരുന്നു കേട്ടോ തിക്ക് ഫ്രണ്ട്സ്. ഞങ്ങൾ മൂന്നും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്നാന്ന് വെച്ചാൽ ബെറ്റി എല്ലാവരോടും നന്നായിട്ട് വർത്താനം പറയും, ഞാനും ഉമയും മിണ്ടാമൂളികളായിരുന്നു കേട്ടോ. വീഡിയോയ്ക്ക് വരാൻ ഭയങ്കര മടിയാണ് കേട്ടോ പുള്ളിക്കാരിക്ക്. എന്റെ കൂടെ വന്നാൽ ഞാൻ വീഡിയോ എടുക്കാതെ വിടുവോ? ഇനിയിപ്പം ബെറ്റി ഏതാ ഉമ ഏതാന്നൊന്നും മാറിപ്പോണ്ട, ഇത് ഉമയാണ് കേട്ടോ. ഉമ പഠിച്ച് BEd എടുത്ത് വീട്ടിലിരിപ്പുമായി, മിണ്ടാമൂളിയായിട്ട് നടന്ന ഞാനിതാ ഇൻഫ്ലുവൻസറുമായി, ബെറ്റി പഠിച്ച് ടീച്ചറുമായി. ഓരോരോ വഴിത്തിരിവുകളല്ലേ. അങ്ങനെ ഞങ്ങൾ ഓരോന്നും മിണ്ടിയും പറഞ്ഞും കാന്താരി മുഴുവൻ പറിച്ചെടുത്തിട്ടുണ്ടേ. പിന്നെയാണടാ കണ്ടത് അവളുടെ അമ്മ നട്ടു വളർത്തിയ ഒരുപാട് പച്ചക്കറി തോട്ടം. ഇത് കണ്ട അതിനകത്ത് കയറാതെ എനിക്ക് പോകാൻ പറ്റുമോ? നിങ്ങൾ പറ. പച്ചക്കറികൾ സ്വന്തമായിട്ട് വീട്ടിൽ നട്ട് നനച്ചുണ്ടാക്കുന്നവരെ കണ്ട എനിക്ക് ഭയങ്കര ബഹുമാനമാണ് കേട്ടോ. കൂട്ടുകാർക്ക് അറിയാലോ ഞാൻ അതിനെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. ഈ പച്ചക്കറിക്കിടയിലൂടെ നടന്നു പോകുമ്പം എനിക്ക് പണ്ടത്തെ ഓർമ്മയാണ് കേട്ടോ വരുന്നത്. ഞാൻ പണ്ട് നട്ട് നനച്ച പച്ചക്കറികളുടെ ഓർമ്മ. എനിക്ക് സ്വന്തമായിട്ട് പച്ചക്കറി കൃഷികൾ ചെയ്യണം, അതിനു വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയിലും ശ്രമത്തിലും ആണ് കേട്ടോ. പച്ചക്കറി തൈകൾ ചെറുതായിട്ട് പൊങ്ങി വരുന്നതേ ഉണ്ടായിരുന്നല്ലേ. കോവലൊക്കെ ഇങ്ങനെ പടർന്നു വന്ന് ഇത് പാവലാണ് കേട്ടോ. അപ്പോൾ അതിൽ പാവയ്ക്ക ഒന്നും ആയിട്ടില്ല. പിന്നെ നമ്മൾ മുരിങ്ങയില പറിച്ചിട്ടുണ്ടായിരുന്നേ. എനിക്ക് മുരിങ്ങയില ഭയങ്കര ഇഷ്ടമാണെന്ന് എൻ്റെ കൂട്ടുകാരിക്കറിയാം. അതുകൊണ്ട് അവൾ പറഞ്ഞു കുറച്ച് മുരിങ്ങയില കൊണ്ടുപോക്കോളാം. ഇത് ഉമ്മയുടെ അമ്മയാണ് കേട്ടോ. എൻ്റെ വീഡിയോ കാണുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു അമ്മയാണേ. ഞങ്ങൾ തിക്ക് ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും അമ്മയെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. പിന്നൊരു കാര്യം പറയാൻ മറന്നു കേട്ടോ. ഇവൾ എൻ്റെ ഫ്രണ്ട് ആണെങ്കിൽ ഇവളുടെ ഹസ്ബൻഡ് എൻ്റെ ശശിയേൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. ഇവളുടെ ഹസ്ബൻഡ് ബീച്ചേട്ടനും ശശിയേട്ടനും ഒരുമിച്ച് പഠിച്ചതാണേ. ഞങ്ങളുടെ വിഷമഘട്ടങ്ങളിലെല്ലാം ഞങ്ങളെ കൈപിടിച്ച് സഹായിക്കാൻ ഇവർ ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നു കേട്ടോ. ഈ പച്ചക്കറി തൈകളൊക്കെ ബീച്ചേട്ടൻ്റെ അമ്മ നട്ടു വളർത്തിയതാണ് കേട്ടോ. ഉമയുടെ അമ്മ ഇന്ന് അവളുടെ വീട്ടിലേക്ക് വന്നാണേ. അങ്ങനെയാണ് ഞങ്ങൾ കണ്ടുമുട്ടിയതും വർത്താനം പറഞ്ഞതും മോളുടെ വീഡിയോ എപ്പോഴും ഞാൻ കാണാറുണ്ട് കേട്ടോ എന്ന് പറഞ്ഞതും എനിക്ക് ഒരുപാട് സന്തോഷമായി കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് ഒരുപാട് അമ്മമാർ നമ്മളെ സ്നേഹിക്കുകയും ലൈക്ക് ഇടുകയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. 2 ദിവസത്തേക്കുള്ള മുരിങ്ങയില എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ഇത് മുട്ടയിട്ട് തോരൻ വെച്ച് കൊടുത്താൽ നമ്മുടെ അച്ചുകൂട്ടനും ശിഖമോളും ഹാപ്പിയാണേ. എനിക്കും ശശിയേട്ടനും ഒക്കെ മുരിങ്ങയില ഒരുപാട് ഇഷ്ടമാണേ. മുരിങ്ങയില കൂടാതെ ഞാൻ വരുന്നെന്ന് അറിഞ്ഞിട്ട് നേരത്തെ അവൾ കോവയ്ക്കയും പച്ചച്ചീരയും വേറെ ഏതാണ്ടൊക്കെ പച്ചക്കറികളും നാടൻ പഴമൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ നാടൻ ഐറ്റങ്ങൾ തപ്പി നടക്കുന്ന എന്നെ അവൾക്ക് നന്നായിട്ട് അറിയാലോ. കൂട്ടുകാരി അമ്മയ്ക്ക് എവിടെയോ പോകാൻ വേണ്ടി ഇറങ്ങി നിൽക്കുകയായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഒരാഴ്ചത്തേക്കുള്ള പച്ചക്കറികൾ നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ലൈക്കും ഷെയറും ഫോളോയും ചെയ്യാൻ മറന്നു പോകരുതേ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.